ഞാൻ ഒരു 22,000 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് എവിടെയും വണ്ടി ഒന്നും നമ്മളെ കുടിക്കില്ല. ഇപ്പൊ ഒരു കുട്ടി എത്ര 2 മാസം ആ ഒരു ടൈമിലാണ് നിങ്ങൾ പോണത്. 28 കഴിഞ്ഞിട്ട് മുങ്ങിയതാ. 28ാമത്തെ ദിവസം മുങ്ങിയതാ. ഇപ്പൊ ടോട്ടൽ സൈറ്റ് ഉണ്ട്. ടോട്ടൽ 14 ഉണ്ടോ? പോലീസ് നോക്കിയ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷെ അവര് നമ്മോട് പറയാതെ അതേമാതിരി നമ്മുടെ വീട്ടില് അമ്മേനൊക്കെ ഫോൺ വിളിച്ചിട്ട് അത് 2 പെൺകുട്ടികളല്ലേ, ഇത്രയും ദിവസം ഇങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇങ്ങനെ കറങ്ങല്ലേ, എന്തേലും അടി പോയി കഴിഞ്ഞാല് ആൾക്കാർക്ക് ചിരിക്കാനൊരു അവസരമാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇന്നെ വിളിച്ച് പറഞ്ഞ പ്രശ്നം തീർന്നു. വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ വെറുതെ ഇറങ്ങാറാക്കാം. അങ്ങനെ എനിക്ക് 10ാം ക്ലാസ്സിൽ A+ ഇല്ല, +2 A+ ഇല്ല, അതുകൊണ്ട് ഫ്ലക്സ് ഒന്നും നാട്ടിലടി വന്നില്ല. പക്ഷെ ഈ ഒരു ഇന്ത്യയില് ഫുള്ള് കറങ്ങിയപ്പോ ആ വീട്ടില് 12:30 എത്തിയിട്ട് ഞാൻ വൈകുന്നേരം 5 മണിക്കോടെ വരുന്നു. അതുവരെ ഇവരോട് സംസാരിച്ചിരിക്കുന്നു. എന്താ സംസാരിച്ചത് എനിക്കറിയില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് അറിയുന്നത് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അധോലോകാണ്. ഏകദേശം ഒരു 3 മാസം മുന്നെയാണ് നമ്മളെടുത്തുനിന്ന് നമ്മൾ പറഞ്ഞയച്ച വണ്ടിപ്പൂട്ടിന്റെ അന്ന് പറഞ്ഞിട്ടുള്ള ഈ അധോലോകം തിരിച്ച് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ള നാട്ടിലെത്തിയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. വിനീഷേട്ടനായിട്ടുള്ള എന്തൊക്കെ അനുഭവങ്ങളാണ്, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നില്, എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്. ആദ്യം പോയപ്പോ 2 ആളെ, ഇനി വന്നപ്പോ ഒരാളുള്ളൂ. അപ്പൊ അതിന്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് അറിയാം, ആൾക്കാർക്ക് അറിയാനുള്ളത് അറിയണേ. അപ്പൊ വിനീഷേട്ടാ നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വിനീഷേട്ടന്റെ ഫുൾ അനുഭവങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. വിനീഷേട്ടാ എല്ലാം പറഞ്ഞു കൊടുക്കൂലേ? പോയപ്പോ 2 ആളെ, തിരിച്ചു വന്നപ്പോ ഒരാളാണ്. അതൊക്കെ ഫുൾ കമന്റുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇനി വണ്ടിമക്ക് വന്നിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെ അഡീഷണൽ കയറ്റി, ഇവിടെ കാണുമ്പോ ഒരു ഷീറ്റൊക്കെ കാണുന്നുണ്ട്. പോയപ്പോ അതൊന്നും ഇല്ല, ടെന്റാണ്. അപ്പൊ എല്ലാം ഏകദേശം 2 സ്റ്റെപ്പിനുണ്ടാവും, 2 സ്റ്റെപ്പിനുണ്ട്. പിന്നെ സോളാറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇരുന്ന് പരിചയപ്പെടാം, അല്ലേ? ഇന്ന് അങ്ങോട്ട് വരി. പിന്നെ ഇനി ഇത് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നണം ഇത് അന്ന് പോയതിനു ശേഷം പിന്നെ ഇത് മടക്കിച്ചിട്ടില്ല. കാരണം സീറ്റേ ഒഴിവാക്കി എന്നാ പറഞ്ഞേ. സീറ്റ് ഒഴിവാക്കി, പിന്നെ എന്താ വെച്ചാല് ഒക്കെ നിർത്തി വൃത്തിയാക്കി അതേമാതിരി വിരിച്ചിട്ടാണ്. അപ്പൊ സീറ്റ് ഒഴിവാക്കി താൽക്കാലികമായിട്ട്. ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോവാന്നുള്ളതാണ്. നിങ്ങളതെന്നല്ല, എല്ലാവരുടെ താല്പര്യം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെ തുടക്കം തന്നെ ഈ ഒരു ഇതിലാകുമ്പോഴേ ഈ കാരവാൻ സെറ്റപ്പ് എന്നല്ലേ നമ്മളിപ്പോ മൊത്തത്തിൽ പറയണേ. നോമ്പാണ്, ചായയും വെള്ളം ഉണ്ടാക്കി തരുന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റപ്പില് പോലീസ് എവിടെയെങ്കിലും പൊക്കിയാണോ? പോലീസ് പൊക്കിയാൽ ഒരുപാട് സ്ഥലത്തുണ്ട്. കാരണം പോലീസുകാരെ തന്നെ പല ജാതി ആൾക്കാരുണ്ടല്ലേ, ജാതി പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ കുറെ നല്ല പോലീസുകാരുണ്ട്. ചില എത്ര കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാകാത്ത അവർക്ക് എങ്ങനെയെങ്കിലും ഒരു 100-500 രൂപ കയ്യിൽ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ വേറെ കാര്യങ്ങളൊക്കെ നല്ല ഫുള്ള് പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആയി 100% ക്ലിയർ ആയാലും എന്നാലും എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അതായത് ഈ സെറ്റപ്പിൽ കണ്ടിട്ടാണ് അതോ വണ്ടി നോർമൽ അല്ലേ? മെയിൻ ആയിട്ട് പറഞ്ഞ കേസ് കേരിയാറ് പാടില്ല. എന്റെ ഫ്രണ്ടില് ഒരു ചെറിയ ആന്റിന ഉണ്ട്, 8 ഇഞ്ച് ആയിട്ടുള്ള. എന്റെ പതാക കെട്ടില്ല, അതിങ്ങനെ കടന്ന് കറങ്ങും. അത് പതാക അലൗഡ് ആണ്, പക്ഷെ ആ റാഡ് അലൗഡ് അല്ല. അതിന് പൈസ വേണം, 500 രൂപ. ഇത്രയും ദിവസം ഞാൻ യാത്ര ചെയ്തിട്ട് ആകെ 1100 രൂപ ഫൈനായിട്ട് അടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ ഇതേമാതിരി നമുക്ക് इंडी पूरा घूमने के लिए बहुत ड्रीम है, एक दिन का सैलरी 800 रुपीस एक दिन डेपोज करेगा. ഞാൻ 100 രൂപയുടെ ഡെപ്പോസിറ്റ് കൂട്ടിട്ടാണെന്നൊക്കെ ഇന്നെ കൊണ്ട് അറിയണ ഹിന്ദിയില് തള്ളി ഒപ്പിച്ചിങ്ങനെ. അപ്പൊ ഏകദേശം ഇവിടുന്ന് തുടക്കത്തിലൊക്കെ എങ്ങനെയാണ് തുടക്കം? അതായത് തുടക്കം അതിലേറെ ഒടുക്കും ഫുള്ള് സപ്പോർട്ടിനല്ലേ. അല്ല നാട്ടുകാർ നമ്മൾ പോയപ്പോ വണ്ടി പൂട്ടിന്റെ അവിടെ തൊട്ട് എന്താ പറയാ അടിപൊളി ഒരു ഫ്ലാഗ് ഓഫ് വന്ന് പോണ വഴിക്ക് ഇവരെല്ലാവരും ഇതേമാതിരി എവിടത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള കുറെ ആൾക്കാർ നല്ല സപ്പോർട്ട്. തിരിച്ചു വന്നപ്പോ നമ്മുടെ നാട്ടില് അതിലും വലിയ വരവേൽപ്പ്. ഞാൻ തന്നെ അന്തം വിട്ടു. ഞാൻ എന്നോട് ജസ്റ്റ് ഇങ്ങനെ കേക്ക് മുറിക്കാനൊക്കെ പറഞ്ഞപ്പോ അത് മാത്രം എന്റെ പ്ലാൻ ഉണ്ട്. ഞാൻ വിളിച്ചപ്പോ അറിയണേ. പിന്നെ അതേമാതിരി നാട്ടില് നമ്മളെ വെങ്ങാലൂരത്തെ പടക്കം പൊട്ടിച്ച കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു. പിന്നെ എന്താ പറയാ പൊന്നാട അണയിക്കണേ നാട്ടിൽ നോക്കുമ്പോ ഫ്ലക്സ്. ഞാനെനിക്ക് 10ാം ക്ലാസ്സിൽ A+ ഇല്ല, +2 A+ ഇല്ല, അതുകൊണ്ട് ഫ്ലക്സ് ഒന്നും നാട്ടിലടി വന്നില്ല. പക്ഷെ ഈ ഒരു ഇന്ത്യയില് ഫുള്ള് കറങ്ങിയപ്പോ എന്താ പറയാ ഇവരൊക്കെ ഭയങ്കര അത് കണ്ടപ്പോ ഞാൻ തന്നെ അന്തം വിട്ടു. എന്റെ നാട്ടുകാരോട് എന്താ പറയാ സ്പെഷ്യൽ നന്ദി കടപ്പാടും എന്നും ഉണ്ടാവും. ഞാൻ എന്താ പറയാ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല.
എന്നാലും ഇതൊക്കെ ഇതെന്താരോ ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അതായത് നിങ്ങളൊക്കെ പോയാൽ ഇത് ഇത്രയും പണിന്റെ അടിയിൽ കൂടി ഇത്ര ഫാമിലി ഇപ്പൊ ഇതാ ഒരു കുട്ടി എത്ര 2 മാസം ആ ഒരു ടൈമിലാണ് നിങ്ങൾ പോണത്. 28 കഴിഞ്ഞിട്ട് മുങ്ങിയതാ. 28ാമത്തെ ദിവസം മുങ്ങിയതാ. എന്നിട്ട് നിങ്ങളിപ്പോ എത്തണത് അതാണ് അത്രയും. ഇതൊക്കെ എന്താ പറയാ ഇവര് അറിയണില്ല. വീഡിയോ ചെയ്യുമ്പോ വീട്ടിൽ നിന്ന് വിളിക്കും, മോൾ അഡ്മിറ്റ് ആണ്. അപ്പൊ അവിടെയും തന്നെ വൈഫിന്റെ അവിടെ ആൺകുട്ടികളായില്ല, അവളും ചേച്ചി മാത്രമേ ഉള്ളൂ, അമ്മയും അച്ഛനും. ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ അമ്മമാരും അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവിടെയാണ്. അപ്പൊ ഭാര്യ വീട്ടിൽ നിന്നായാലും എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഹോസ്പിറ്റൽ കേസിനൊക്കെ ഓല അവിടെ രാത്രി ഞാൻ നിൽക്കേണ്ടടുത്ത് ഭാര്യന്റെ ചേച്ചിന്റെ ഭർത്താവും അമ്മമാരൊക്കെയാണ് രാത്രി അവിടെ വന്ന് നിൽക്കണത് ഹോസ്പിറ്റലില്. അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതായത് എതിരെ നിന്നിട്ടില്ല. വേണ്ടങ്ങോട്ട് പോരേന്ന് പറയാൻ ആരും നിന്നിട്ടില്ല. പിന്നെ നമ്മളെ അത്രയും ഡീപ്പായിട്ടുള്ള കുടുംബക്കാര് മീൻസ് അത്രയും അടുപ്പുള്ള കുടുംബക്കാര് ഇന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ തന്നെ അവർക്കും പറയാനുള്ള അവകാശം. പക്ഷെ അവര് നമ്മോട് പറയാതെ അതേമാതിരി നമ്മുടെ വീട്ടില് അമ്മേനൊക്കെ ഫോൺ വിളിച്ചിട്ട് അത് 2 പെൺകുട്ടികളല്ലേ, ഇത്ര ദിവസം ഇങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇങ്ങനെ കറങ്ങല്ലേ, എന്തെങ്കിലും മറ്റേ അടി പോയി കഴിഞ്ഞാല് ആൾക്കാർക്ക് ചിരിക്കാനുള്ള അവസരമാവും, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇന്നെ വിളിച്ച് പറഞ്ഞ പ്രശ്നം തീർന്നു. അവിടെ വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ വെറുതെ ഇറങ്ങാറാക്ക അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. എന്തേലൊക്കെ വേണ്ടേ, അതായത് ആരെങ്കിലും കുറെ ആളുകൾ. പിന്നെ നമ്മളെന്താ ഇതിന്റെ ഇടയിൽ കേട്ടിട്ട് വിടാൻ പ്രതികരിക്കാൻ നമുക്ക് എന്തായാലും സക്സസ്ഫുള്ളി. എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്? ഏകദേശം 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ. അത് പോയ ഹാപ്പിയിൽ തന്നെയാണ് തിരിച്ചു വന്നത്. പോയപ്പോ 2 ആളുള്ളതിന് വന്നപ്പോ ഒരാളാണ്. ചെറിയ സംഘടന എന്താ വെച്ചാൽ നമ്മുടെ കൂടെ 2 പേരാണ്. ഞാനും എന്റെ ഒരു സുഹൃത്ത് അരുൺ എന്ന് പറയും, അരുൺ ഭായ്. ഞങ്ങൾ 2 പേരും കൂടെയാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. തുടങ്ങി ഏകദേശം ഒരു 150 ദിവസമൊക്കെ ആയപ്പോ പുള്ളിക്ക് ഇങ്ങനെ എന്താ പറയാ ഫാമിലി ചെറിയ പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരു കണ്ടീഷനിലെത്തിയപ്പോ പിന്നെ പുള്ളിയോട്ടം തിരിച്ചതല്ലേ. ഏകദേശം സിലിഗുരി ആ ഭാഗത്തുനിന്ന് കയറി വന്നിട്ടില്ലാണ്. എന്നുവെച്ചാല് ഇങ്ങോട്ട് ഞങ്ങൾക്ക് കുറെ കമന്റ് അരുൺ ഭായ് നിങ്ങളായിട്ട് അടികൂടി. അതാണ് ഞാൻ അത് കാര്യമായിട്ട് ഇൻസ്റ്റയിൽ വരുന്ന കമന്റ്. ആളുകള് 2 രീതിയിൽ എടുക്കുക. ഒരു ദിവസം കാണുന്ന ആളെ ഞങ്ങൾ അന്നത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് മൂപ്പരെ കെട്ടിപ്പിടിച്ച് യാത്ര അയച്ചിട്ടൊക്കെ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങോട്ട് തന്നെ കുറെ പേര് എന്നും മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൾ ചെയ്യും, അല്ലെങ്കിൽ എന്താ പ്രശ്നം, എന്താ പറ്റിയത്, മൂപ്പരെന്തിനാ പോയത്. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കറക്റ്റ് പറയണത്. അത് എനിക്കും പോയ അതേമാതിരത്തുള്ള ബന്ധമാണ് ഇപ്പൊ തിരിച്ചു വന്നപ്പോഴും. ഞാൻ വന്നപ്പോഴും നേരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള പുള്ളീനാണ് ഫസ്റ്റ് ആയിട്ട്. മഞ്ചേരി വന്നിറങ്ങി പുള്ളീനെ കണ്ട് ജസ്റ്റ് ഞാൻ വിളിച്ചത്. പിന്നെ എനിക്ക് നാട്ടിലത്തെ ഈ പരിപാടി കറക്റ്റ് എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പുള്ളീനെ കൊണ്ട് അങ്ങോട്ട് വന്നില്ല. പക്ഷെ പുള്ളീനെ വിളിച്ചു, വരി നമുക്ക് ജസ്റ്റ് ഒരു കേക്ക് കട്ടാണ്. അപ്പൊ പുള്ളിക്ക് എമർജൻസി വർക്ക് കാര്യങ്ങൾ ഫിനിഷിംഗ് ആ വീഡിയോ ഞാൻ സ്ക്രീനിൽ ആഡ് ആക്കി കൊടുക്കാം. വീഡിയോ സംഭവം വെച്ചാൽ അത്രയും ഞങ്ങൾ നല്ല സപ്പോർട്ട്. ഇന്ന് രാവിലെ കൂടി അപ്പൊ നമ്മൾ ഈ ഓഡിയൻസിന്റെ വിഷയം വന്നുകൊണ്ടാണ് ഓല് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞോ, നിങ്ങൾ എന്താ പറ്റിയത് ഒന്നും അറിയില്ല. യാത്ര ചെയ്യുമ്പോ എല്ലാവർക്കും ഒരേമാതിരി ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. നമ്മളെ മനസ്സിന്റെ ഉള്ളില് വേറെ കുറെ സംഭവങ്ങൾ നേറിപ്പോയി നിന്നാണ്ടിരിക്കാൻ ഇറങ്ങുമ്പോൾ അതുകൊണ്ട് എന്തായി ഒരു സോളോ ട്രിപ്പും പാടെ അനുഭവിക്കാൻ പറ്റി. ഏകദേശം 1.5 മാസം ഒരു സോളോ ട്രിപ്പും പാടെ പോകാൻ പറ്റി. ഏകദേശം അതന്നെ എത്ര കിലോമീറ്റർ, അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് എത്തിയത്? ഞങ്ങള് തിരിച്ച് ഞാൻ ഏകദേശം പകുതിയോളം ഞാൻ തന്നെ ഓടിയാണ്. 11,000 കിലോമീറ്റർ ആകെ ഓടിയുന്നുള്ളൂ. പിന്നെ ബാക്കി ഞാൻ. അപ്പൊ ഇനി ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇനി ട്രാവലർക്ക് മാറാനുള്ള പ്ലാനിങ് ഉണ്ടോ? നമുക്ക് ട്രാവലറിൽ ഒരു കാരവാൻ സെറ്റപ്പ് ആക്കിയാല് വലിയൊരു കാരവാനൊക്കെ എടുത്തിട്ട് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ കംഫർട്ടാണ് സംഭവത്തില് പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മളെ സാഹചര്യം ബഡ്ജറ്റ് ഫിനാൻഷ്യലി പ്രോബ്ലം ആണ്. എന്നാലും സമാധാനിക്കാവുന്ന എന്താ വെച്ചാൽ ട്രാവലിനായിട്ട് നമുക്ക് ഏത് ഉള്ളേരിയയിലൂടെയും കൂടെ ഒക്കെ കൊണ്ടുപോവാം. ഇതിലൊരു 4x4 കൂടി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് മഞ്ഞമലയും കൂടി ഒക്കെ 4x4 പവർ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. നാത്തുല പാസ് അങ്ങനത്തെ സ്ഥലത്തേക്ക് ഈ വണ്ടി കയറാനായിട്ട് പോകാൻ പറ്റില്ല. അടുത്തായിട്ട് ആൾക്കാർക്ക് അറിയേണ്ടത് ഫിനാൻഷ്യലി എത്ര അധികം ബഡ്ജറ്റ് ചെലവാക്കി. ഏകദേശം ഒരു 100 ദിവസമാണ് നമ്മൾ കറക്റ്റ് വന്നത്. ആ 100 ദിവസത്തിൽ എത്ര രൂപ ചെലവായി, എവിടൊക്കെ സ്റ്റേ അടിച്ചു, എങ്ങനെയൊക്കെ നിന്നത്, ഏതെങ്കിലും പമ്പിന്ന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഇനി അറിയേണ്ടത്. ഞാൻ ഏകദേശം 2 മാസമായി ഇതിന്റെ ട്രിപ്പിന്റെ പ്ലാനിങ്. പിന്നെ അങ്ങനെ 3 മാസമായി, 2-3 മാസം. അതായത് ഇത് പെട്ടെന്ന് ഒരു സാധനം നമ്മൾ എന്തെങ്കിലും പോയി മേടിച്ചിട്ട് വരാനുള്ളതല്ലോ. കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ടൈം നമുക്ക് കൺഫേം ആക്കാൻ പറ്റില്ല. അങ്ങനെ കാണുള്ള കണ്ട് ഏകദേശം 100 ദിവസമായി. 100 ദിവസത്തിന് പമ്പിന്ന് ദുരോധം അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചില പമ്പിൽ ജസ്റ്റ് നമ്മൾ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്താ പറയുക, ചിലർക്ക് ഇറങ്ങുമ്പോൾ 100-200 അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ തന്നെ ഇതിൽ വണ്ടി കിടക്കാൻ പൈസ ഇല്ലാണ്ടാണ് ഈ വണ്ടിയിൽ കിടന്ന് യാത്ര ചെയ്യുന്നത്.
ഇത്രയും 100 ദിവസത്തിന്റെ ഉള്ളിൽ പൈസ മുടക്കിയിട്ട് ആകെ 4 ദിവസം 2 ദിവസം വാരണാസിയിലും -17 ആവുകൊണ്ട് 2 ദിവസം ഞങ്ങൾ ലഡാക്കിലെ റൂം എടുത്തിട്ടുള്ളത്. ബാക്കി ഞങ്ങൾക്ക് പുറത്തെ റൂമൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വിളിച്ചിരുത്തി അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അല്ലാതെ പൈസ മുടക്കിയിട്ട് ആകെ 4 ദിവസം നിന്നിട്ടില്ല. ബാക്കിയുള്ളൊക്കെ ഞങ്ങൾക്ക് നല്ല അടിപൊളി റിസോർട്ട് എടുത്ത് തന്നിട്ടുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ട്. മണാലിയിൽ അവിടെയും പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഗാന്ധർവ്ക്ക് പോയിട്ട് ടെന്റ് അടിച്ചിട്ട് അങ്ങനെയും കടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ടോട്ടൽ ഏകദേശം ഈ യാത്ര കഴിഞ്ഞിട്ടുണ്ട് പെട്രോളും ഒക്കെ കൂടെ വന്നിട്ടുള്ളത് ഏകദേശം ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്ര രൂപ ചെലവായി വണ്ടിന്റെ അടക്കം ട്രിപ്പിന് തന്നെ ഏകദേശം ആവശ്യമായിട്ടുള്ളതാണല്ലേ വണ്ടിമേ വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ട്രിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ തിരിച്ചിറങ്ങണ ഏകദേശം ഒരു 1,76,000 റുപ്യ. പിന്നെ അഡീഷണൽ ഒരു വണ്ടി വരെ 10,000 റുപ്യ പോകാൻ വേണ്ടിട്ട് വേറെ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 2.4 അങ്ങനെ ബെഡ്റൂമും കിച്ചണും അതൊക്കെ വേറെ എക്സ്പെൻസ് വേറെ ഉണ്ട്. ഏകദേശം 2 രൂപ അറൗണ്ട് പറയുകയാണെങ്കിൽ ഈ ട്രിപ്പിന് തന്നെ ആയിട്ടുണ്ട്. മറ്റേ രണ്ടാൾക്ക് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം 50 ദിവസം വരെയുള്ള രണ്ടാൾക്കുള്ളതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. അതായത് 50 ദിവസം പുള്ളിണ്ടായിരുന്നു. ബാക്കിയുള്ള 50 ദിവസം ഏകദേശം 54 ദിവസം പുള്ളിണ്ടായിരുന്നു. ബാക്കിയുള്ളത് 48 ദിവസം പോലെ ഇന്റെ ചെലവും അങ്ങനെ മൊത്തമാണ് ഇപ്പൊ 2 ലക്ഷത്തിലാണ് വരുന്നത്. ബാക്കിയുള്ളത് വണ്ടിന്റെ ചെലവായിട്ട് ഇനിയിപ്പോ പോയിട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനത്തെ എന്താ പറയാ ഒരുവിധം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ചെറിയൊരു ചില സ്ഥലത്തുനിന്നൊക്കെ നമ്മളെ ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിലൊന്നും പൊതുവെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പരിചയമില്ല എൻ്റെ അടുത്ത് വന്ന് ഫസ്റ്റ് കാര്യം എൻ്റെ പേര് ചോദിച്ചാണ്ട് പിന്നെ എൻ്റെ സർനെയിം അല്ലെങ്കിൽ എൻ്റെ ജാതി ഒരിക്കലും നമ്മളെ നാട്ടുകാരും ചോദിക്കില്ല. പുറത്ത് ചെന്നിട്ട് ഇതേമാതിരി ഇപ്പോൾ കാശ്മീർ ചെന്നാൽ അവിടെ നിന്ന് ചോദിക്കേണ്ടത് അതേമാതിരി ചിലപ്പോൾ ഗുജറാത്തിൽ നിന്ന് UP ന്ന് അങ്ങനെയൊക്കെ അവർക്ക് ചിലപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടാവില്ല. എന്നാലും അപ്പം നമുക്ക് വിനീഷ് സാറിനെ അതായത് അവരതിലൊക്കെ എന്തെങ്കിലും ടോക്കർന്നോ അല്ലെങ്കിൽ ഇതുണ്ടാവും ഇനീഷ്യല് ജാതിപ്പേര കൂട്ടുക. അപ്പം അവർക്ക് ജാതി അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരിക്കലും ഹിന്ദു ഓർ മുസ്ലിം അതേതിനെ കാണണം. അപ്പം അങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ഓർക്കൊന്നും ഉണ്ടായിട്ടാവില്ല. നമ്മളെ നാട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചോദിക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഹിന്ദു ആണെങ്കിൽ തന്നെ ഹിന്ദുവിൽ ഏതാ ജാതി, ഹിന്ദുവിൽ നായരാണോ നമ്പൂര്, അതേപോലെ അവിടെ ഈ ജാതി വ്യവസ്ഥ ഭയങ്കര പ്രശ്നങ്ങളുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. താഴ്ന്ന ജാതിക്കാരെ ഒരു പമ്പ് ഞങ്ങളോട് പറഞ്ഞത് അതേമാതിരി നോൺ വെജ് ഇവിടുന്ന് കഴിക്കാൻ പാടില്ല എന്നാണ്. അത് പമ്പ് പെട്രോൾ പമ്പ് എത്ര പേര് എണ്ണ അടിക്കാൻ വരുന്ന സ്ഥലം. ഞങ്ങളുടെ രാത്രി സ്റ്റേ ചെയ്യാം. പക്ഷെ ഞങ്ങൾ നോൺ വെജ് എല്ലാം കഴിക്കും. പക്ഷെ യാത്രയിൽ മാക്സിമം വെജിറ്റേറിയൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഭക്ഷണം വയറിന് ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എവിടേക്ക് പോകുന്നതാണ് അടുത്ത പ്ലാനിങ്? അടുത്ത പ്ലാനിങ് ഞാൻ ഇന്ത്യനെ ഫുള്ളായിട്ടില്ല. ഏകദേശം ഒരു മധ്യപ്രദേശ് ജാർഖണ്ഡ് ആ സെൻട്രൽ പോർഷൻ ഉത്തരാഖണ്ഡ് വരെ കിടക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗം നോക്കുകയാണെങ്കിൽ ത്രിപുര, മണിപ്പൂർ, മിസോറാം അങ്ങനെ ഒരു 8 സ്റ്റേറ്റും കൂടി കവർ ചെയ്യാൻ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് 6 സ്റ്റേറ്റും കൂടി ഇന്ത്യയിൽ ബാക്കി. അപ്പൊ ഇനി അടുത്ത ട്രിപ്പിൽ ഇനി എങ്ങനെയാണ്? സോളോ ആണോ അതോ ഇനി വേറൊരാളെ കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതേപോലെ ഇനി സ്ട്രേഞ്ചേഴ്സിന്റെ ആരെയും കൊണ്ടുപോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് വെക്കാൻ താല്പര്യം ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മളെ ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവുമല്ലോ. അതെന്തറിയോ, അത് സംഭവത്തിൽ കുഴക്കുന്ന ചോദ്യമാണ്. സംഭവത്തിലേക്ക് ഫ്രണ്ട്സിനെ കയറ്റി പോകാനൊക്കെ നമുക്ക് ഭയങ്കര വൈബാണ്. 3-4 പേരൊക്കെ ഉണ്ട് സംസാരം. പക്ഷേ ഇനി എത്ര കട്ട ചങ്കായാലും ഒരു ലോങ് യാത്ര എങ്ങനെയായാലും അത് മുന്നോട്ട് പോകില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരേപോലെ ഒരേ മൈൻഡുള്ള ഒരാൾക്കാരാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇതേമാതിരി കുഴപ്പമില്ല. ഇതേമാതിരി എന്തെങ്കിലും ചെറിയ എന്താ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ ബാച്ചിലേഴ്സ് മാതിരിയല്ല, തിരിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് എത്തേണ്ട പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യ, ഇനി അവിടെ നിർത്താനാണ് പോകുന്നുണ്ട് അർജൻറ്റായിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് പോയാലോ ഓക്കെ. മറ്റ് വേറൊരാളുണ്ടാകുമ്പോൾ ആൾറെഡി നമ്മൾ ഒറ്റയ്ക്ക് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ആ പോക്ക് അങ്ങനെ പോയാൽ മതി. പകുതിക്ക് ഒരാൾ വെച്ച് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്. പിന്നെ ഒപ്പനായിട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ ഈ യാത്ര തന്നെ 1.5 മാസം പോലെ ഒരുമിച്ചുണ്ടായിട്ട് അതുകൊണ്ടാണ് പുള്ളി പോയിട്ടുള്ളത്. പുള്ളിനൊന്നും ഞങ്ങൾ പറയാനും പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ഒരു ഫീൽ. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ അത് മൂപ്പര് പോയിന്റ് ശേഷം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ നിങ്ങൾക്ക് 2 വട്ടം വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേരിനെ എന്താ ഇന്നെ നിരന്തരം വിളിക്കാൻ നമ്മളെ അഫ്സൽ നിലമ്പൂരിലെ നമ്മളെ സുഹൃത്താണ്. മൂപ്പര് ഏകദേശം എത്ര ദിവസമാണ് നിങ്ങളെ കൂടെ? ഒരു 8 ദിവസം ഉണ്ടാവുള്ളൂ. 8 ദിവസം. പക്ഷെ ആ 8 ദിവസം ഞങ്ങൾ പൊളിച്ചടക്കി അല്ലേ. അത് കഴിഞ്ഞിട്ട് കോട്ടയ്ക്കുള്ളൊരു അവൻ്റെ പേര് ഞാൻ മറന്നു, ഒരു ബൈക്കുള്ളൊരു സുഹൈല് ഓനെ വിളിച്ച് ഏടെല്ലാം വെച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു മേഘാലയ ഫുള്ള് അറിയാം.
അങ്ങനെ ഓരോരുത്തർ നമ്മൾ ഇനിയിപ്പോ ആരെങ്കിലും കയറി കിട്ടും. അത്ര ദിവസം ഒരാളെ കമ്മിയുള്ളത് ആരും അറിയിച്ചിട്ടില്ല. ആരും അറിയിച്ചിട്ടില്ല. ആ ഒരു നാക്കിൽ അങ്ങനെ പോയി. എന്തായാലും എനിക്ക് ഫേസ്ബുക്കിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും നമ്പർ വെച്ചിട്ടും ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിച്ച് പോകാൻ ഒരുപാട് പേരുണ്ട്. കുറേ പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ നാട്ടുകാരും ചിലപ്പോൾ ഹിന്ദിക്കാരെ വിളിക്കും. നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ പറയാനുള്ള അറിയുള്ളൂ. ചാറ്റിങ് ഓക്കെ നമുക്ക് സംസാരിക്കാം, ഡയറക്റ്റ് സംസാരിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട്. എന്നാലും കുറേയൊക്കെ ഞാൻ ഒരു വീട്ടിലേക്ക് അതേമാതിരി ഒരു എന്താ നമ്മളെ വണ്ടി കണ്ട് വന്ന് ഫോളോവറാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാണ്ട് പോയിട്ട് അവിടെ നോക്കുമ്പോൾ ഒരു 10-20 ആൾക്കാർ. എനിക്ക് ഇന്ത്യനെ ഒരു ഇവര് എല്ലാവരും ചോദിക്കുന്ന മറുപടി അറിയണം. ആ വീട്ടിൽ 12:30 എത്തിയിട്ട് ഞാൻ വൈകുന്നേരം 5 മണിക്കോടെ വരും. അതുവരെ ഇവരോട് സംസാരിച്ചിരിക്കുന്നു. എന്താ സംസാരിച്ചത് എനിക്കറിയില്ല, ഓർക്കറിയില്ല. അതിൻ്റെ മനസ്സിലാവേണ്ടായിരിക്കും. അല്ല ഇനിയിപ്പോ നമ്മള് ചോദിക്കുകയാണെങ്കിൽ ഇനി ആരെയും കൊണ്ടാകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ ഒരു പ്ലാൻ എന്താ പറയാ, പ്ലാനിങ് ട്രിപ്പ് ചെയ്യാൻ ഒരിക്കലും നിർത്താനുള്ള പ്ലാനല്ല. ഞാൻ ഇപ്പൊ ഞാൻ അടുത്തത് എന്താ വെച്ചാൽ ഒരു മറ്റേ അഫ്സൽ പോണ പോലെ തന്നെ തായ്ലൻഡ് ട്രിപ്പ് ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുമിച്ചാണോ അതോ ഒരുമിച്ചാണെങ്കിൽ തന്നെ അവനവൻ്റെ വണ്ടി അതാണ് അവനും കംഫർട്ട്, ഇക്കും കംഫർട്ട്. റോഡ് ട്രിപ്പ് തന്നെ. അപ്പോൾ ഇന്നോടിപ്പോൾ പറഞ്ഞതാ നാട്ടിൽ പോയിട്ട് വേഗം പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് പോവാം, നമുക്ക് സെറ്റാക്കിയിട്ട് അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് കയറാന്നുള്ളത്. പക്ഷേ എന്താ പറയാ, പണ്ട് ബീരാൻകുട്ടി ഞാനെങ്കിലും സ്പോൺസറൊക്കെ കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് സെറ്റ് ആവും. അതൊക്കെ നമുക്ക് ടൈം ആയി കഴിഞ്ഞാൽ നമ്മള് പോയി വരാം. ഒരു ട്രിപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ ലക്ഷദ്വീപ്, അങ്ങനെ ഒരുപാട് പ്ലാൻ വരാൻ നിൽക്കുന്നത്. ലക്ഷദ്വീപത്തെ ഒരു ട്രിപ്പ് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. നമ്മളെ ടീമായിട്ട് തന്നെ നമുക്കൊന്ന് പോയി വരണം. ഈ കാണുന്നോലും ഒന്നും കരുതണ്ട, ഞങ്ങളൊക്കെ ഒപ്പം നടക്കണ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഞാനൊരു ഇന്റർവ്യൂവർ ഇവിടെ ഇരുന്നു എന്നുള്ളൂ. അപ്പോ ലക്ഷദ്വീപത്തെ എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യണം. നമുക്ക് എന്തായാലും സെറ്റ് ആകാം. അപ്പൊ ഇനി വണ്ടിന്റെ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വണ്ടി ഇതുവരെ കാണാത്തവർക്ക് വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ബിരിയാണി മുതൽ തക്കാളി താളിപ്പ് വരെ ഉണ്ടാക്കുന്ന സ്റ്റോവ് 1, 2, 3 സ്റ്റോവിന്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് വരാണെങ്കിൽ കത്തി കടാര എല്ലാതും ഉണ്ട് ഇവിടെ. മസാല ഒക്കെ കഴിഞ്ഞോ നോമ്പന്നിട്ട് നമുക്കൊന്ന് കാണാണ്ട്. പിന്നെ ബിരിയാണി പോട്ട് കാര്യങ്ങൾ പോയിട്ട് എത്ര ബിരിയാണി വെച്ചു? പോയിട്ട് 3 വട്ടം വെച്ച്. 3 വട്ടം ബിരിയാണി വെച്ചു. അത് ആർക്കൊക്കെ തിന്നാൻ പറ്റി? എല്ലാവർക്കും ബിരിയാണി എനിക്ക് ഉണ്ടായി തരാം. ഞാൻ ഭായിമാർക്ക് കൊടുക്കുമ്പോ കേരള ബിരിയാണി, ഓരോടുള്ള മുളക് പൊടിയിട്ട ബിരിയാണി അല്ലല്ലേ. പിന്നെ ഉള്ളിക്ക് വരാണെങ്കിൽ സോളാർ സിസ്റ്റം, ഫാനൊക്കെ ഉടഞ്ഞെടുക്കണം. ഫാനൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഇത് സോളാറിന്റെ ഇത് പോയതാണ്. എന്തോ പറ്റി, എന്നാലും പോണോളം ഒന്നും പറ്റിയിട്ടില്ല. അതന്നെ വലിയ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. ഇങ്ങോട്ട് വരുമ്പോ ബെഡ് കാര്യങ്ങൾ സീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഉഷാറായി കിടക്കല്ലേ. ആ കിടക്കുമ്പോ ഒന്ന് കടന്നു കൊടുത്താണേ. എങ്ങനെ ഉണ്ടോ കാണാലോ. സുഖമായിട്ട് കയറി കിടക്കാം. 3 പേർക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഉഷാറായി പോയി. തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മൾ ലഗേജ് ഉണ്ടാകുമ്പോഴേ ഇപ്പൊ മുകളില് ഒരാൾ ലഗേജ് തന്നെ 3 മാസത്തേക്ക് ആകുമ്പോൾ ഫുള്ളാവും. അപ്പൊ കുറെ ഉള്ളിലൊക്കെ ഉള്ളില് വീഡിയോ കണ്ടോലിക്ക് മനസ്സിലാവുമ്പോ എന്ത് അല്ലേ. പിന്നെ അതിന്റെ ഉള്ളു വന്നു കഴിഞ്ഞാല് ഫുള്ള് ഈ സൈഡിലേക്ക് വന്നാല് ഞാൻ ഈ ഗ്രില്ല് ഞാൻ ശ്രദ്ധിച്ചു. ഗ്രില്ല് ഇനി മാറ്റാൻ വലിയ ഉദ്ദേശം ഉണ്ടോ? അയച്ച് മാറ്റാൻ 2 സ്ക്രൂ അയച്ചാൽ മാറ്റാവുന്ന കേസുള്ളൂ. എന്തിനാ വെച്ചാല് നമ്മൾ വണ്ടീന്റെ അകത്ത് കടന്നിറങ്ങുമ്പോ നമ്മളെ ഫോണൊന്നും ആരും എന്നാ എയർ കിട്ടും ചെയ്യും. കൊതു കയറാതിരിക്കും. അതിന്റെ അകത്ത് വേറെ നെറ്റും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഇതാണ് ഇങ്ങനെ വരുന്നത്. നമ്മളെ വെള്ളത്തിന്റെ ബോക്സ്, ചെറിയ ഫ്രിഡ്ജ് അല്ലെങ്കിലും ചെറിയ ഐസ് ഇട്ട് കഴിഞ്ഞാല് പച്ചക്കറി കാര്യങ്ങളൊക്കെ അതിൽ തിരിച്ചു വെക്കാം. അങ്ങനെ മൊത്തത്തില് വെള്ളത്തിന്റെ സ്റ്റോറേജ് ഹൈലൈറ്റ്. അതാണ് വേണ്ടത്. 20, 40 ലിറ്റർ 12 2 ക്യാൻ ഉള്ളിലുണ്ട്. അപ്പൊ 24 അവിടെ 64 വെള്ളത്തിന്റെ 60, 120 ലിറ്റർ വെള്ളം ഈ വണ്ടിയിൽ സ്റ്റോറേജ്. അപ്പൊ ഇനി ഇങ്ങോട്ട് വരുമ്പോ ഏകദേശം ഫുള്ളായി. പിന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ വന്നുമ്പോ അന്ന് തലേന്ന് നമ്മള് കെട്ടി. ഇതെന്ന് വെച്ചാല് നമുക്ക് വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വലിച്ചു കെട്ടി. വെയിലും മഴയൊക്കെ ആകുമ്പോഴേ അതിന് അവസരം കിട്ടിയിട്ടുണ്ടോ? ഞാൻ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. ഇല്ല അതാണ് സത്യം. മഴ എവിടെയും കിട്ടിയില്ല. പിന്നെ ഞാൻ അധികം ഒറ്റയ്ക്കാകുമ്പോ ഞങ്ങൾക്ക് നല്ല തണുള്ള സ്ഥലത്ത് നോക്കിയാൽ നിർത്തുള്ളൂ. അപ്പൊ ബാക്കിത്തെ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആശയമില്ല. പിന്നെ എന്താ വെച്ചാൽ ഒന്നാമത് ചുരുട്ടി പിന്നെ ലഗേജ് ബോക്സ് അത് വളരെ ഉപകാരമായി. ലഗേജ് ബോക്സ് ഏകദേശം എത്ര രൂപേന്റെ ചെലവ് വന്നിട്ട് ഇതിന്? ഏകദേശം ഒരു 24,000 ചെലവ് ഈ പെൻഡേറിന്റെ ഈ ലഗേജ് ബോക്സ്. പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇതാണ് പോലീസ് സർക്കിൾ പ്രശ്നം. ഒന്നിത്,
പിന്നെ ഏതാണ് 8 ഇഞ്ചിന്റെ ഈ റാഡ് ഇതിന് എനിക്ക് 500 രൂപ ഫൈനാണെന്ന് പറഞ്ഞു. ഈ സാധനത്തിന് 500. ഇതിന് ആകെ 300 250 ഞാൻ അവിടെ നിന്ന് അയക്കാറുണ്ടോ, അയച്ചിട്ട് കാര്യമില്ല, ഫൈൻ വേണം പറഞ്ഞു. ഫൈൻ വേണം. ഇവിടെ വേറെ ടേബിൾ കൊണ്ട് ഒരു ആറാടാണ്. ഇവിടെ വരുമ്പോ ഒരു ബിരിയാണി ചെമ്പ് അല്ല സ്റ്റവ് കാണുന്നുണ്ട്, ഒരു ചെരുപ്പ് കാണുന്നുണ്ട്. അവിടെ പോയി വരുമ്പോൾ എത്ര ചെരുപ്പ് വേണ്ടത് നിങ്ങൾ? ഞാൻ ഈ ഒരു ചെരുപ്പും ഈ ഷൂവും പിന്നെ ഞാൻ പോയപ്പോ മഞ്ഞുമലയ്ക്ക് വേണ്ടി വേറെ ഷൂ അടിച്ചു. അതാണ് പോന്നപ്പോ നിങ്ങളെ കാൽമ കണ്ടിരുന്നത്. അതെ. പിന്നെ ഇവിടുന്ന് ഏകദേശം ഇതാണ് 60 ലിറ്റർ കൊള്ളുന്ന വാട്ടർ ടാങ്ക് അല്ലെ? ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഇങ്ങനെ വെള്ളം വരും. അതാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇനി നമ്മൾ ചോദിക്കാൻ പോണതേ ഈ സോളാറിന്റെ ഏകദേശം കഴിഞ്ഞ കുറിയും ഇതേ ഒരു വിഷയം വന്നിരുന്നു അല്ലേ? സോളാർ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്, അപ്പോൾ അടുപ്പിച്ച് ഒരു 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സോളാർ ഏകദേശം എത്ര രൂപ ചെലവിലാണ് സോളാറിന്റെ വന്നത്? ഇതിന്റെ ഒരു സംഭവം ഇതിന്റെ പിന്നെ പോയിട്ടില്ല, ഇത് ഫാൻ്റെ സോളാർ നമ്മൾ കണക്ട് ആയി. ഇവിടെ ലൈറ്റ് സോളാർ ചാർജ് കയറുന്നുണ്ടായിരുന്നു. ഇവിടെ ലൈറ്റ് അവിടെ കത്തി, ലൈറ്റ് അല്ലെങ്കിലും കത്തും ചാർജ് ആയതുകൊണ്ട്. പിന്നെ ഇത് നമുക്കിതാ പുറത്തേക്ക് എടുക്കാം. ഔട്ട് കൊടുത്താൽ ഓക്കെ. അങ്ങനെ 3 ലൈറ്റ് അത്യാവശ്യം ഒരു 3-4 മീറ്ററോളം വയറ് വലിപ്പുണ്ട്. നമുക്ക് ഇതൊക്കെ ലൈറ്റ് ആണ്, ഇതിന്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വേറെ ഇൻവെർട്ടർ ഉണ്ട്, കംപ്ലീറ്റ് ആയി കിടക്കും. അപ്പൊ ഇൻവേർട്ടർ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ആക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം ഇവിടെ ആയി. ഈ വണ്ടിക്ക് ഏകദേശം എത്ര രൂപന്റെ ചെലവ് കണക്ക് കൂട്ടിയിട്ടില്ല സത്യത്തില്. അതാണ് വണ്ടിക്ക് തന്നെ ഒരു 4 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ അഡീഷണൽ മോഡിഫിക്കേഷൻ. അതാ അത്രേ ഉള്ളൂ ആ ഒരു കണക്ക്. മൊത്തം ഞാൻ 6 ലക്ഷം റുപ്യ അതുമൊക്കെ ഇറക്കിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയാ, നമ്മളെ താല്പര്യം കൊണ്ട് ഓരോന്നൊക്കെ ആവശ്യമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ, യാത്രനോടുള്ളൊരു കമ്പാണ്. ഈ കമ്പില്ലെങ്കിൽ ഈ മൂടില്ലെങ്കിൽ ഒപ്പം ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു മൂടും വേറെ മൂടാണെങ്കിൽ ഇവിടെ ആനക്കാൻ വേറെ മര്യാദക്ക് പോലെ പാടില്ല. അപ്പൊ ഇനി നമുക്കൊരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം അല്ലേ? നമുക്ക് ചെറുമട്ടത്തിലൊക്കെ ഒരു നാക്കില് ഒരു ബസ് വേണമെങ്കിൽ ഒരു ബസ്. അരുൺഭായി പോയിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഫ്ലൈറ്റ് കയറി വരട്ടെ, കൂടെ ഞാൻ പോരട്ടെ. താല്പര്യമുള്ളവരും കുറെ ആൾക്കാരുണ്ട്. എന്തിന് പെൺകുട്ടികളെ വരെ ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ ഏതായാലും കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളെ, ഇതിക്ക് വേറെ കുട്ടിന്റെ ആവശ്യമില്ല പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു തഗ്ഗിന്റെ ആവശ്യം. അങ്ങനെ അത് പല അനുഭവങ്ങളാണ്. അതായത് ട്രിപ്പ് എന്ന മൈൻഡ് ഫ്രീ ആക്കാനാണ് കാര്യമായിട്ട് അല്ലേ? പിന്നെ ഒരു മൂഡ് അത്ര തന്നെ ഉള്ളു. അപ്പൊ ഇനി ഒരു 1-2 വർഷം കഴിഞ്ഞാൽ നമുക്കിത് ട്രാവലർക്ക് മാറ്റാനുള്ള ഒരു പ്ലാനിങ് ആണ്. നമുക്ക് വിന്റേജ് വാൻ ഉള്ളത് നമുക്കൊരു മൈൻഡിലുള്ള അർബാനിയ അല്ലെങ്കിൽ ടാറ്റയുടെ ഹയാസ്, അങ്ങനെ കുറെ വണ്ടികൾ പ്ലാനിലുണ്ട്. ഹയാസ് ഏകദേശം 28 ലക്ഷം റുപ്യേന്റെ വണ്ടിയൊക്കെയാണ് മൈൻഡിലുള്ളത്. ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അത് എല്ലാം സ്വപ്നം കാണല്ല, അത് ഇറക്കിയിരിക്കും. അതിന് ടൈം ആയാലും നമ്മൾ ഇറക്കിയിരിക്കും. നമ്മക്ക് ഒരുമിച്ച് പോകാം. നമ്മൾ ഏകദേശം 5 ടീമാണ്, ഇൻസ്പയറിന്റെ ടീമാണ്. അപ്പൊ എല്ലാത്തിനും വളരെ ചുരുക്കി ഓക്കെ. നമ്മളെന്ന് പറയുമ്പോഴേ നമ്മളെ ഒരു വാനന്നെ നമുക്ക് വേണം. കാരണം നമ്മളതിൽ തന്നെ ഏകദേശം 5-8 ആൾക്കാരുണ്ട് നമ്മളെ ഇൻസ്പയറിന്റെ ടീമില്. നമ്മളെ ചെറുക്കന്മാർ പറഞ്ഞാൽ എല്ലാത്തിനും കൂട്ടിക്കുന്നതാണ്. ഓൽക്കാണെങ്കിൽ നമ്മളതേ മൂടാണ്. നമുക്ക് എടുത്തിട്ട് തന്നെ പോകണം. പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അടിപൊളിയൊക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇനി അതിക്ക് താല്പര്യമുള്ളവർക്ക് വന്നോട്ടെ. നമുക്ക് ഇൻസ്റ്റയിൽ ഇതേപോലെ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇനി വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് വരണമെങ്കിൽ താല്പര്യം ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെയൊന്നും നോക്കണ്ട, ഇതൊക്കെ നമുക്കൊരു നാക്കിലാണ്. അതായത് ട്രിപ്പ് മോഡാണ്, അങ്ങനെയാണ്. ഇനി ഇതിന്റെ ഡോർ അടക്കാം നമുക്ക്. അല്ല ഞാൻ പറയുമ്പോ ഈ ഇങ്ങനെ കിട്ടാണ്ട് എവിടെയും ഇരുന്നിക്കണോ? അല്ലെ മറ്റേന്താ ഡ്രൈവിങ് മാത്രല്ലല്ലോ. ഓരോ ദിവസം ചിലപ്പോ കുറച്ച് പോയി കഴിഞ്ഞാല് വണ്ടി ആൾട്ടാക്കും, വെയിലുണ്ട്. അല്ല ഈ വണ്ടിക്ക് എന്തേലും ഇതുണ്ടായിരുന്നോ? എന്തേലും പ്രശ്നം പറഞ്ഞ ഞാൻ ഒരു 22,000 കിലോമീറ്ററോളം ഓടിയിട്ട് നമുക്ക് എവിടെയും വണ്ടി ഒന്നും നമ്മളെ കുടിക്കില്ല. ജസ്റ്റ് ഒരു സൂചിപ്പഞ്ചർ പോലും ആയിട്ടില്ല. പിന്നെ ഉണ്ടായത് നമുക്ക് എന്താ വെച്ചാൽ വഴിയിൽ വെച്ചിട്ട് ക്ലച്ച് ഡിസ്ക് നമ്മളെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. സംഭവം നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി മാറ്റി. അല്ലാതെ വഴിയിൽ കുടുങ്ങിയിട്ടുള്ള കേസ് ഇതുവരെ ഇല്ല. അതിന്റെ മുന്നേ മാറ്റി. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഒരുപാട് പേര് കൊടുക്കണ്ടോ. അപ്പോൾ ചെറിയ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടി ഞാൻ കൊടുക്കാന്ന് പറയുമ്പോൾ കൊടുക്കണില്ല. യാത്രകൾ ഇനിയും തുടരാണ്. വണ്ടിയുടെ പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റിക്കൊള്ളാം.
അതിന് നമ്മള് ട്രാവലർ ഇറക്കല്ലേ, പിന്നെ എന്തിനാ പെയിന്റ് മാറ്റേണ്ട ആവശ്യം. അപ്പോൾ നമുക്ക് എല്ലാ അനുഭവങ്ങളും പങ്കുവെച്ച വിനീഷ് ഭായിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ തരികയാണ്. അപ്പോൾ ഇനിയും ഈ യാത്രകൾ തുടരണം, നമുക്ക് ഒരുമിച്ച് യാത്ര തുടരണം. നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എല്ലാത്തിലും ആൾക്കാരെ ഈ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്കും നമുക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യാത്രകൾ തുടരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് 2 പേജും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.